നമസ്കാരം, ഞാൻ സുരേഷ്. അനുശ്രീ ആർട്സ് സ്കൂൾ ഓഫ് ഫൈൻ ആർട്സിലെ ഡയറക്ടറാണ്. നമ്മളിന്ന് സംസാരിക്കാൻ വന്ന വിഷയം ചിത്രംവര പഠിക്കുന്ന കാര്യവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒന്ന് രണ്ട് കാര്യങ്ങളാണ്. നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്, കുട്ടികൾ നല്ല രീതിയിലൊക്കെ വീട്ടിൽ അങ്ങനെ വരയ്ക്കും അല്ലേ? നിങ്ങളൊക്കെ വീട്ടിൽ കുട്ടികളുണ്ടാവാം. അവരൊക്കെ ചില കുട്ടികൾ ഇങ്ങനെ നല്ല രീതിയിൽ ചിത്രങ്ങളൊക്കെ വരയ്ക്കുന്നത് കാണാറുണ്ട്. പക്ഷെ അങ്ങനെ ചിത്രം വരയ്ക്കുന്ന ആ കുട്ടികളും ഒരു പ്രൊഫഷണലായിട്ട് പഠിക്കുന്ന കുട്ടികളും വരയ്ക്കുന്ന ചിത്രങ്ങളും രണ്ടാണ് അല്ലേ? കാണുമ്പോൾ തന്നെ നമുക്കറിയാം വ്യത്യാസങ്ങൾ എന്താണ്. പലപ്പോഴും ചില സാഹചര്യങ്ങളെ കൊണ്ട് നല്ല ക്ലാസ്സുകൾ കിട്ടാത്തതിൻ്റെ കുറവായിരിക്കും ഒരു പക്ഷേ ഞാൻ ആദ്യം പറഞ്ഞ കുട്ടികളൊക്കെ നല്ല രീതിയിൽ ഡെവലപ്മെന്റ് ആവാൻ കഴിയാത്തതിൻ്റെ കാരണം. അപ്പോൾ നമ്മളിവിടെ നൽകി വരുന്ന ക്ലാസ്സുകൾ ഓഫ്ലൈൻ ക്ലാസ് ഉണ്ട്, ഡിജിറ്റൽ ക്ലാസ് ഉണ്ട്. വ്യത്യസ്തമായ 12ഓളം ക്ലാസ്സുകൾ നമ്മളുടെ ഡ്രോയിങ്ങുമായി ബന്ധപ്പെട്ട് നൽകി വരുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്ന കാര്യം, നിങ്ങളുടെ കുട്ടിക്ക് നല്ല രീതിയിൽ ചിത്രം വരയ്ക്കുവാനും അതിനുള്ള കൃത്യമായ ക്ലാസ്സുകൾ ലഭിക്കുന്നതിനും വേണ്ടി ഒരുപാട് വ്യത്യസ്തമായ പാക്കേജുകൾ നിലവിൽ ഇവിടെ ലഭ്യമാണ്. ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന മറ്റൊരു കാര്യം, പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ള ഒരു കാര്യമാണ്, നമ്മളെ കുട്ടികൾ നല്ല രീതിയിൽ ചിത്രങ്ങൾ വരയ്ക്കാറുണ്ട്. സോ നമ്മൾ ചിന്തിച്ച് നോക്കിയാൽ നിങ്ങളുടെ തൊട്ടടുത്തുള്ള വീട്ടിലെ കുട്ടികളോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ കുട്ടികളോ ബന്ധുക്കളെ കുട്ടികളോ ഒക്കെ നല്ല രീതിയിൽ ചിത്രങ്ങൾ വരയ്ക്കുന്നത് കാണാം അല്ലേ? പക്ഷെ അങ്ങനെ വരയ്ക്കുന്ന സമയത്ത് നമ്മളെ മക്കൾ വരയ്ക്കുന്ന ചിത്രവും ആ ചിത്രവും തമ്മിൽ നിങ്ങൾ വല്ലപ്പോഴും കമ്പയർ ചെയ്ത് നോക്കാറുണ്ടോ? അങ്ങനെ നോക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്. കാരണം മറ്റൊരു കുട്ടി വരയ്ക്കുന്നുണ്ടെങ്കിൽ ആ കുട്ടിയുടെ കഴിവാണത്. നിങ്ങളെ കുട്ടി വരയ്ക്കുമ്പോൾ അത് നിങ്ങളെ കുട്ടിയുടെ കഴിവാണ്. കുട്ടികൾ ഒരിക്കലും തമ്മിൽ കമ്പയർ ചെയ്യാൻ പാടില്ല. കുട്ടികൾ പറഞ്ഞു കൊടുക്കാം, നമുക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞു, മറ്റൊരാൾ ചെയ്യുന്ന വർക്കിലെ നല്ല പോസിറ്റീവായ കാര്യങ്ങൾ എടുത്തുകൊണ്ട് നമ്മളെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. നീ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്നുള്ളത്. ഒരിക്കലും മറ്റൊരു കുട്ടി നല്ല രീതിയിൽ വരച്ചത് കണ്ട് നമ്മളെ മക്കളെ നമ്മൾ ചീത്ത പറയാൻ പാടില്ല. പല രക്ഷിതാക്കളും ചെയ്തു വരുന്ന കാര്യമാണ് ഞാൻ പറയുന്നത്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി, നിങ്ങളെ കുട്ടിക്കാലത്ത് നിങ്ങൾക്ക് ഒരുപാട് വരയ്ക്കാനും അതുപോലെ തന്നെ ഇത്രയും കലാപരമായിട്ടുള്ള കഴിവുകൾ മനസ്സിലുണ്ട്, പുറത്തേക്ക് പ്രകടിപ്പിക്കാനുള്ള അവസരങ്ങളില്ല. ശരിയല്ല ഞാൻ പറഞ്ഞത്? പണ്ടൊക്കെ ഒരു ഡ്രോയിങ് ക്ലാസ് ഉണ്ടെന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും ദൂരത്തായിരിക്കും, നമ്മൾ ആ ക്ലാസ്സിന് വേണ്ടിയിട്ട് അത്ര റിസ്ക് എടുത്തിട്ടായിരിക്കും നമ്മൾ പോകാറുള്ളത് അല്ലേ? ചിലപ്പോൾ നമുക്ക് സാഹചര്യം കഴിയില്ല, അതുകൊണ്ട് ചിലപ്പോൾ നമ്മൾ ആ പാതി വഴിയിൽ വെച്ച് പഠനം മുടങ്ങിയിട്ടുണ്ടാവാം. ആ നിങ്ങളെ മനസ്സിൽ കിടക്കുന്ന ആ കലയെ നിങ്ങളെ മക്കളിലൂടെയാണ് പ്രകടമാക്കാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെയാണ് നിങ്ങൾ ചിന്തിക്കുന്നത് എന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള ക്ലാസ് നിങ്ങൾക്ക് ഡ്രോയിങ്ങിൽ നൽകാൻ നമുക്ക് കഴിയും. അതല്ല, മറ്റൊരു കുട്ടിയെ അനുകരിക്കാൻ വേണ്ടിയാണ് നിങ്ങൾ ക്ലാസ്സിന് തയ്യാറെടുക്കുന്നത് എന്നുണ്ടെങ്കിൽ അത് ശരിയാണോ എന്ന് ഒരു വട്ടം ചിന്തിക്കുക. കാരണം നമ്മൾ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് കുട്ടികൾക്ക് കൂടെ താല്പര്യം വേണ്ടേ? അല്ലാതെ നമ്മൾ മറ്റു കുട്ടികളെ കണ്ടിട്ട് നമ്മളെ മക്കള് വരയ്ക്കണമെന്ന് പറഞ്ഞാൽ അർത്ഥമുണ്ടോ? കുട്ടികൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഓക്കെ, നോ പ്രോബ്ലം. അതല്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ പഠിപ്പിക്കുന്നതിൽ അർത്ഥമുണ്ടോ? ഇല്ല. അപ്പം അതുകൊണ്ട് നിങ്ങളെ മക്കൾക്ക് പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ, ഇന്നത്തെ കാലത്ത് ടെക്നോളജി വളർന്നിരിക്കുകയാണല്ലോ. നമ്മളൊക്കെ പഠിച്ചിരുന്ന കാലമാണ് മാതിരിയാണോ ഇപ്പോഴത്തെ കാലം? അല്ല, ഇപ്പൊ ഡിജിറ്റലായി അല്ലേ? നമുക്ക് നമ്മളെ വീട്ടിൽ തന്നെ ഇരുന്നു കൊണ്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യാം എന്നുള്ള സിസ്റ്റങ്ങൾ വന്നിട്ടുണ്ട്. ഗൂഗിൾ മീറ്റ് വഴി ക്ലാസ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ? പലപ്പോഴും ജനങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു വിഷയമാണ് ഞാൻ ഇപ്പോൾ ഈ സൂചിപ്പിക്കാൻ പോകുന്നത്. ഒരു ഗൂഗിൾ മീറ്റ് വഴി നമ്മളൊരു ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ആ ക്ലാസ് കുട്ടികൾക്ക് ഉപകാരപ്പെടുന്നുണ്ടോ എന്നുള്ള ഡൗട്ട് പല രക്ഷിതാക്കൾക്കുണ്ട്. കാരണം എന്താ? നമ്മളൊരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യണം, അതിനകത്ത് കൃത്യമായ അജണ്ടകൾ ഉണ്ടായിരിക്കും, അതിങ്ങനെ വായിച്ചു പോവുക, അതിനകത്തുള്ള കൃത്യമായ ആളുകൾ അഭിപ്രായം പറയുക അല്ലേ? അത്രയും കാര്യങ്ങളൊക്കെയാണ് അധികം ആളുകൾ കണ്ടിട്ടുണ്ടായിരിക്കുക. ഡിജിറ്റലായിട്ടുള്ള ക്ലാസ്സുകളിലേക്ക് കിടക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, ആ ക്ലാസ് ഡിജിറ്റൽ ക്ലാസ് സാധാരണ ഒരു നോർമൽ ഓഫ്ലൈൻ ക്ലാസ്സിൽ ഇരിക്കുന്ന രീതിയിലുള്ള എഫക്റ്റ് നമ്മളെ മക്കൾക്ക് കിട്ടുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ശരിയല്ലേ ഞാൻ പറഞ്ഞത്?
അങ്ങനെ കിട്ടും എന്നുള്ളതിൻ്റെ 100% ഉറപ്പാണ് നമ്മളെ സ്ഥാപനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. വേൾഡിൽ എവിടെയും ഏത് രാജ്യത്തും നമുക്കിന്ന് ക്ലാസ് കൊടുക്കാൻ കഴിയുന്നുണ്ട്. ഓഫ്ലൈൻ ക്ലാസ്സിലിരിക്കുന്ന അതിലും ക്ലാരിറ്റിയോട് കൂടി നിങ്ങളെ മക്കൾക്ക് ഏത് രാജ്യത്ത് ഇരുന്നിട്ടും നമ്മളെ ക്ലാസ് അറ്റൻഡ് ചെയ്യാം. നമ്മൾ ഇവിടെ വരയ്ക്കുന്ന കാര്യങ്ങൾ അതേ നിമിഷം തന്നെ നിങ്ങൾക്ക് അവിടെ ഇരുന്നിട്ട് കാണുകയും അതിൻ്റെ അഭിപ്രായങ്ങൾ അതേ സമയത്തിന് നമ്മളുമായി ഡിസ്കസ് ചെയ്ത് ക്ലിയർ ചെയ്ത് പോകാനും പറ്റുന്ന രീതിയിലുള്ള അതിവിപുലമായിട്ടുള്ള ക്ലാസ്സാണ് നമ്മൾ നടത്തിക്കൊണ്ട് പോകുന്നത്. അതുപോലെ തന്നെയാണ് മറ്റൊരു കാര്യം. ഇപ്പം ഞാൻ കുട്ടികളുടെ കാര്യം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. പ്രായമുള്ള ആളുകൾക്ക് ഉണ്ടാകുന്നൊരു വിഷയം എന്താണെന്നറിയോ? ഇപ്പോൾ പ്രായം അവരവർ ജോലിയൊക്കെ കഴിഞ്ഞ് റിട്ടയർമെൻ്റ് ആയി കഴിഞ്ഞു, വീട്ടിലിരിക്കുന്ന സമയത്ത് ജസ്റ്റ് എന്തെങ്കിലുമൊക്കെ വരയ്ക്കണം മോഹം ഉണ്ടാവും. കുട്ടിക്കാലത്ത് ഒരുപാട് മോഹം ഉണ്ടാവും, പക്ഷെ ആ സമയത്ത് നടന്നുണ്ടാവില്ല. പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യം എങ്ങനെ വരയ്ക്കുക? ഈഗോ പ്രശ്നം അവിടെ വരുന്നുണ്ട്. കാരണം ഈ ചെറിയ മക്കളെ കൂടെ ഞാനിരുന്ന് വരയ്ക്കണമല്ലോ, വരച്ചാൽ ശരിയാവോ, ഈ വക ചിന്താഗതിയൊക്കെ സ്വാഭാവികമായിട്ടും ഉണ്ടാവും. ഒരു പേടിയും പഠിക്കണ്ട. നമ്മളെ സ്ഥാപനത്തിനകത്ത് 4 വയസ്സ് മുതൽ 65 വയസ്സുള്ള ആളുകൾ വരെ പഠിക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യമായി ചേരാം, 100% ഉറപ്പ്. മറ്റൊന്ന്, നിങ്ങൾ ജോയിൻ ചെയ്യാൻ പോകുന്ന കുട്ടികളോടുള്ളൊരു കാര്യം കൂടി, നമ്മൾ ഇതിനു മുമ്പ് ചെയ്തിരുന്ന വർക്കുകൾ നിങ്ങൾ എടുത്തു വയ്ക്കുക. നമ്മളെ ക്ലാസ് കിട്ടിയതിന് ശേഷമുള്ളവർക്കും നിങ്ങൾ നോക്കുക. ഒരു 3 മന്ത് കോഴ്സ്, ഒരു 4 ഒക്കെ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ 2 വർക്കും തമ്മിലൊന്ന് കമ്പയർ ചെയ്ത് നോക്കിയേ, നിങ്ങൾക്ക് മാറ്റങ്ങൾ കാണാൻ കഴിയും. ഓക്കെ, നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ തന്നെ കാണാം, ഒരുപാട് ക്ലാസ്സുകളുണ്ട് ഇല്ലേ? ഏത് ക്ലാസ്സിലാണ് നിങ്ങളെ മക്കൾക്ക് താല്പര്യം എന്ന് നോക്കുക. ഗൂഗിളിൽ കയറി കഴിഞ്ഞാൽ നമ്മുടെ സ്ഥാപനത്തിൻ്റെ പേരടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ മക്കൾ ചെയ്ത വർക്ക് അതിനകത്തുണ്ട്, യൂട്യൂബിലുണ്ട്, എല്ലാം നിങ്ങൾക്ക് കാണാം. വേൾഡ് ലെവലിൽ ആദ്യമായിട്ട് ഓൺലൈൻ എക്സിബിഷൻ ഡ്രോയിങ് നടത്തിയ സ്ഥാപനമാണ് നമ്മുടെ സ്ഥാപനം. നിങ്ങൾക്ക് ഗൂഗിൾ സെർച്ച് ചെയ്താൽ അറിയാം. അപ്പോൾ നമ്മൾ ഡ്രോയിങ്ങിലേക്ക് വരാൻ താല്പര്യമുള്ള ആളുകൾക്ക് കൃത്യമായിട്ടുള്ള ക്ലാസ്സുകൾ നമ്മുടെ സ്ഥാപനം നൽകി വരുന്നുണ്ട്. കൂടുതലായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒഫീഷ്യൽ നമ്പർ ഉണ്ട്, അതിനകത്ത് നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്ത് ചോദിക്കാവുന്നതാണ്. എല്ലാ കാര്യങ്ങളും നമ്മൾ നിങ്ങൾക്ക് പറഞ്ഞു തരും. ഇനി ഓഫ്ലൈനിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് നമ്മൾ ഓഫീസിൽ വരാം. ഓഫീസിൽ വന്നതിന് ശേഷം നമ്മൾ മക്കളെ വർക്ക് കാണാം, ഡിസ്കസ് ചെയ്യാം. നിങ്ങൾക്ക് ഡൗട്ടുകൾ, പല ആളുകൾക്കും ഉണ്ടാകുന്ന ഡൗട്ടാണ് ഈ ഡ്രോയിങ് എന്ന് പറയുന്ന ഒരു മേഖലയെ പറ്റി ഒരുപാട് ഡൗട്ടുകളുണ്ട്. നിങ്ങളുടെ മനസ്സിൽ അറിവുള്ള കാര്യങ്ങൾ വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ. പക്ഷെ അത് മാത്രമല്ല, ചിത്രം വരയുടെ ലോകം എന്ന് പറഞ്ഞാൽ ഒരു വിപുലമായ ലോകമാണ്. അവിടേക്ക് കയറി വരൂ നിങ്ങളെ, നമുക്ക് ഒരുമിച്ച് നീങ്ങാം അല്ലേ? അപ്പം നിങ്ങളുടെ ഡൗട്ടുകളും കാര്യങ്ങളൊക്കെ നമുക്ക് നേരിട്ട് സംസാരിക്കാം, ക്ലാസ്സുകൾ നല്ല രീതിയിൽ കൊണ്ടുപോകാം. കൃത്യമായിട്ട് 100% ഉറപ്പ് ഞാൻ തരുന്നു. നിങ്ങൾക്ക് വരയ്ക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വിജയിക്കാനുള്ള എല്ലാ ടെക്നിക്കലായിട്ടുള്ള ക്ലാസ്സുകളും നമ്മളിവിടെ നൽകും. അതിലൊരു പേടി നിങ്ങൾ പേടിക്കണ്ട. പക്ഷെ എന്ത് വേണം, അടുത്ത വീട്ടിലെ കുട്ടി വരയ്ക്കുന്നത് കണ്ടിട്ടോ നമ്മളെ കൂട്ടുകാരന്മാർ വരയ്ക്കുന്നത് കണ്ടിട്ടോ ക്ലാസ്സിന് ആരും ജോയിൻ ചെയ്യരുത്. നിങ്ങൾക്ക് തോന്നണം എനിക്ക് വരയ്ക്കണം എന്നുള്ള തോന്നൽ നിങ്ങൾക്കുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഓക്കെ, അപ്പം ഇനി കൂടുതൽ എന്തെങ്കിലും സംശയങ്ങളോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളായിട്ട് കോണ്ടാക്ട് ചെയ്യാം. അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോസുമായിട്ട് നല്ല നല്ല ടോപ്പിക്കുകളായിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.